എല്ലാവർക്കും മലയാളം ടെക്ട്രോവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് എങ്ങനെ ഒരു കിടിലനായിട്ടുള്ള ഒരു വാട്സപ്പ് സ്റ്റേറ്റസ് എങ്ങനെ നിങ്ങളുടെ വീഡിയോസോ ഫോട്ടോസോ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാം എന്നാണ്. അപ്പോൾ കുറേ ദിവസമായി നമ്മൾ വീഡിയോ ചെയ്തിട്ട് എനിക്ക് എക്സാംസ് ഉള്ളതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ചെയ്യാതിരുന്നത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോയുടെ അടിയിലുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലിലേക്കും പ്രസ് ചെയ്യുക. നമുക്ക് സമയങ്ങൾ നേരെ പോയേക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. ഫസ്റ്റ് നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് എന്നിട്ട് നമുക്കത് ഡൗൺലോഡ് ചെയ്യണം. ഇതിനൊരു ആപ്പ് ആവശ്യമാണ്. അപ്പോൾ ആപ്പിൻ്റെ പേര് ക്വിക്ക് വീഡിയോ എഡിറ്റർ എന്നാണ്. അതിന് നമ്മൾ ടൈപ്പ് ചെയ്യുക QUIK കേട്ടോ. QUIK എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് തൊട്ടടിയിലായിട്ട് വരും ഡൗൺലോഡ് ആ വീഡിയോയുടെ. വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് തന്നെ ഇത് ഓപ്പൺ ചെയ്യുകയാണ്. നിങ്ങൾ ഇത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ആദ്യം തന്നെ ക്രിയേറ്റ് എ ന്യൂ വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു വിൻഡോ ആണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതിൻ്റെ പെർമിഷൻസൊക്കെ ഗ്രാൻഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ ക്ലിപ്സോ അല്ലെങ്കിൽ ഫോട്ടോസോ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യുക. ഇപ്പം ഞാൻ കുറച്ച് ഇമേജസ് വെച്ചിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ സെലക്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്കിത് ഒരു ഫോൾഡറായിട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ബട്ടൺ കാണാം. ഇങ്ങനെ നിങ്ങൾക്ക് ഈ ഫോൾഡേഴ്സ് ആക്സസ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഞാൻ ഈ ഒരു 4-5 ഫോട്ടോസാണ് എടുക്കുന്നത്. എന്നിട്ട് ഈ ഒരു ടിക്ക് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഒരു ബ്ലൂ ടിക്ക് ഐക്കൺ കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്കൊരു ഇൻട്രോ ടൈറ്റിൽ കൊടുക്കാൻ പറയും. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഫോട്ടോഗ്രാഫി എന്നാണ് കൊടുക്കുന്നത്. എന്നിട്ട് ഈ കണ്ടിന്യൂ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ലോഡായി വരുന്നതാണ്. ഇത് നമ്മളൊന്നും ചെയ്യണ്ടില്ല. ഇത് ഓട്ടോമാറ്റിക്കലി നമുക്കൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് തരും. നമുക്കൊരു വാട്സപ്പ് സ്റ്റേറ്റസ് ക്രിയേറ്റ് ചെയ്ത് തരും. നമ്മളിതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണിച്ച് ചെയ്തിട്ട് കുറച്ചുകൂടി കസ്റ്റമൈസേഷൻ നടത്താൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ ഓഡിയോ ഞാൻ ഇടുന്നില്ല, കോപ്പിറൈറ്റ് ഇഷ്യൂസ് കാരണം ഇതിൻ്റെ ഓഡിയോ ഞാൻ ഇടുന്നില്ല. അതിനടിയിലായിട്ട് നിങ്ങൾക്ക് ഒരുപാട് തീംസ് കിട്ടും. അതിൽ ഒരുപാട് തീംസ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്ത് പല ടൈപ്പ് ഓഫ് സ്റ്റാറ്റസ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. എനിക്കൊരു തീംസ് യൂസ് ചെയ്തതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു ആപ്ലിക്കേഷൻ വെറും 95 MB ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ കളയേണ്ടുള്ളൂ. പക്ഷേ ഈ ഒരു കാലത്ത് 95 MB ഒക്കെ എല്ലാ ആൾക്കാർക്കും നിസ്സാരമായിരിക്കും. ഇപ്പോൾ ജിയോയും ഇപ്പോൾ നല്ല ഓഫേഴ്സൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ്. നിങ്ങൾക്ക് ഇത് കാണിച്ച് ഇനി കുറച്ചുകൂടി എഡിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ടെക്സ്റ്റ് ചേഞ്ച് ചെയ്യാൻ ഒരു പെൻസിൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസ് കിട്ടും. നിങ്ങൾക്ക് ഏതെങ്കിലും ക്ലിപ്സ് ഡിലീറ്റ് ചെയ്യണോ അല്ലെങ്കിൽ ഫോട്ടോസ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ മ്യൂസിക്കും ഇതിലായിട്ട് തന്നെ കുറച്ച് മ്യൂസിക്സ് വരുന്നുണ്ട്. അപ്പോൾ എനിക്കത് നൈറ്റ് എന്ന് പറഞ്ഞൊരു മ്യൂസിക് ഉണ്ട്. അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മുടെ എല്ലാ മ്യൂസിക് ഉപയോഗിച്ച് തന്നെ അതിനൊരു ക്രിയേറ്റ് ചെയ്യും. നിങ്ങൾക്ക്
ഇതിൻ്റെ ഏറ്റവും അടിഭാഗത്ത് റൈറ്റ് സൈഡിൽ 3 വര കാണാൻ കഴിയും. അതിലേക്ക് ക്ലിക്ക് ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ഡ്യൂറേഷൻ സെറ്റ് ചെയ്യാൻ കഴിയും. പിന്നെ നമുക്ക് ഇതിൻ്റെ ഡ്യൂറേഷൻ സെറ്റ് കഴിഞ്ഞാൽ ഇതിൻ്റെ ആസ്പെക്ട് റേഷ്യോ നമുക്ക് കാണാൻ ഇവിടെ ഡ്യൂറേഷൻ പല ടൈപ്പ് ഓഫ് ഡ്യൂറേഷൻസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങളുടെ കസ്റ്റമൈസേഷൻ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യും. പിന്നെ അടുത്തായിട്ട് പറയാവുമ്പോൾ ഇതിൻ്റെ ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഫിൽറ്റേഴ്സ് തരുന്നുണ്ട്. പിന്നെ ഓവർലേസ് ഉണ്ട്, ഓവർലേസ് കുറേ എണ്ണം തരുന്നുണ്ട്. പിന്നെ ടെക്സ്റ്റ് മാറ്റാം, ഇത് ഓവർലേസ് ആണ്. ഇപ്പോൾ ഒരു ഓവർലേ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ക്വിക്ക് ഇൻട്രോ ഔട്ട്ഡ്രോ ഓഫ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇവരുടെ ക്വിക്ക് ഒരു സംഭവം വരുന്നുണ്ടോ, ലാസ്റ്റ് ക്വിക്കർ ഒരു സംഭവം, ഇവരുടെ ഒരു വാട്ടർമാർക്ക് അത് വരത്തില്ല. അതിന് ഈ ഒരു ഔട്ട്ഡ്രോ ഓഫ് ചെയ്ത് പിന്നെ നമുക്കിത് നമ്മുടെ ഫയൽ മാനേജറിലേക്ക് എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇതിൽ അടിയിലുള്ള ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം സേവ് വിത്തൗട്ട് ഷെയറിങ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ പെട്ടെന്ന് തന്നെ നമുക്കിത് എക്സ്പോർട്ട് ചെയ്ത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇതിലായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോയുടെ അടിയിലുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനോ ഫ്രണ്ട്സിനോ ഷെയർ ചെയ്യുക. വീണ്ടും കാണാം ഇതിൽ നല്ലൊരു വീഡിയോയുമായി. ബൈ.